ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പിക്ചറിൽ പോലെ ഉള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ക്ലോത്തായിരുന്നു അത്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ലൈനിങ് ക്ലോത്താണ് കേട്ടോ. ലൈനിങ് ക്ലോത്ത് നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഞാനൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ഇഞ്ചാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ചിൽ നമ്മളെടുത്തിട്ട് നന്നായിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെടുക്കുന്ന ബാക്ക് പാർട്ടാണ് കേട്ടോ. ഇത് ബാക്ക് പാർട്ടാണ്. ഇത് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാർക്കിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. എന്നിട്ട് നമ്മൾ സിബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് ബാക്ക് പാർട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ആദ്യം എൽ സ്കെയിൽ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഷോൾഡർ എത്രയാണ് ആ ഷോൾഡറിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് കുറവാണെങ്കിൽ ഒരു 3 ഇഞ്ച് വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഇഞ്ച് എന്നാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഷോൾഡറിന് കൂടെ. അതൊരു പിടുത്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ബാക്കിൽ സിബും കൂടി നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നമുക്ക് താഴേക്ക് ആം ഹോൾ വരക്കാം. ആം ഹോൾ വരച്ചു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാവേ. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ആം ഹോൾ വരച്ചു. ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് താഴേക്കാണ് വരച്ചത്. അത് ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് എത്രയാണ് നിങ്ങളുടെ ചെസ്റ്റ് വരുന്നത് അത് ബൈ 4 ചെയ്യുക. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ സീം അലവൻസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ്. അതിനുശേഷം ഞാൻ ബ്രസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഷോൾഡറിൽ നിന്ന് നമ്മൾ ആദ്യം ബ്രസ്റ്റ് പോയിൻറ്റ് എവിടെയാണെന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബ്രസ്റ്റ് റൗണ്ടിൻ്റെ ആദ്യം ബ്രസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്ത് പിന്നെ ബ്രസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം കണ്ടിട്ട് ബ്രസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മളൊരു ലൂസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ സീം അലവൻസ്. അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് റൗണ്ടിലേക്ക് ഷോൾഡർ ടു വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അവിടുത്തെ റൗണ്ടിൻ്റെ 4/1 ഭാഗം കാണുക. എന്നിട്ട് ഇതുപോലെ ലൂസും പിന്നെ ഒരു നമ്മളുടെ സീം അലവൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ആ 2 മാർക്കിങ്, ഒറിജിനൽ നമ്മളുടെ മാർക്കിങ്ങും പിന്നെ നമ്മളുടെ സീം അലവൻസ് എക്സ്ട്രായും വരുന്നതാണ് 2ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ആം റൗണ്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിത് വരച്ചിട്ട് ചെസ്റ്റ് റൗണ്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്രയാണ് നമ്മുടെ ഷോൾഡർ ടു ആം ഹോളിലേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന പോയിൻറ്റ് അവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് 1/2 ഇഞ്ച് നമ്മൾക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട്, ഷോൾഡർ സ്ലോപ്പ് അല്ല, ഷോൾഡർ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പാതി കണ്ടിട്ട് പാതി നമ്മൾക്ക് മാർക്ക് ചെയ്യാം. അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആ 2 പോയിൻറ്റിലും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആം റൗണ്ട് വരച്ച് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ആം റൗണ്ട് വരയ്ക്കുക. നിങ്ങൾ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആം റൗണ്ട് മാർക്ക് ചെയ്തു, ആം റൗണ്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ ആം റൗണ്ട് എത്രയാണോ വരുന്നത് അത്രയും തന്നെ അതിലുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് താഴേക്കായിട്ടും കൂടുതലാണെങ്കിൽ മുകളിലേക്കായിട്ടും ആ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ പോർഷൻ കയറ്റി വരച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ആം റൗണ്ട് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ബാക്ക് പാർട്ടിൽ ആം ഹോളാണ് വരച്ചത്. ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ വരക്കാണ്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റി വരക്കണം. 1/2 ഇഞ്ച് കയറ്റി വരച്ചിട്ട് നമുക്ക് ആ ലെവലൊന്ന് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആം ഹോളായി റെഡിയായി. ഫ്രണ്ടിൽ നമ്മളെപ്പോഴും ഒരു 1/2 ഇഞ്ചും കൂടെ കുഴിച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് കൂടെ കുഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെയുള്ളൊരു ചുളിവ് വരുമല്ലോ ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ 1/2 ഇഞ്ചും കൂടെ കുഴിച്ചു കൊടുക്കുന്നത്. ഇത് ബാക്ക് പാർട്ടിലാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് പാർട്ടിലെ ആം ഹോൾ ഞാൻ എടുത്ത് വരച്ചതേ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഹിപ്പ് റൗണ്ട് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹിപ്പ് റൗണ്ട് കൊടുക്കാം. ഇതിപ്പോൾ വേസ്റ്റ് ലൈൻ വരെ ഞാൻ വരച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് വേസ്റ്റ് ലൈൻ്റെ അവിടെ നിന്ന് ഫ്ലെയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ചെറിയൊരു ഫ്ലെയറിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ചുരിദാർ പോലെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാവും. ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യാം, ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ട് ഹിപ്പ് റൗണ്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഫ്ലെയർ വേണമെങ്കിൽ ഹിപ്പ് റൗണ്ടും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് താഴേക്കായിട്ട് ഫ്ലെയർ ആയിട്ട് എടുത്താലും മതിയാവും. എന്നിട്ട് ഇപ്പം ഞാൻ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേലേക്ക് കോർണറിലേക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ അറ്റത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കണ്ടോ, നമ്മളിതുപോലെ ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന പെന്ന് മറ്റേ റേസബിൾ പെന്നാണ് കേട്ടോ, ഹീറ്റ് റേസബിൾ പെന്നാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് തെറ്റിയാലും അയൺ ചെയ്തൊന്ന് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഏത് മാർക്കിങ്സ് ആണെങ്കിലും അങ്ങനെ പോകും കേട്ടോ. അതാണ് ഈ പെന്നിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിനി അതെടുത്ത് നമുക്കതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിന്ന് 2 ഇഞ്ച് നമുക്കൊന്ന് കേർവായിട്ട് കൊടുക്കാം. അതിങ്ങനെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ മെഷർമെൻറ്റ്സ് ഇങ്ങനെ ഒന്നിങ്ങനെ തൂങ്ങിക്കിടക്കും, അറ്റം ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കിടക്കില്ലേ, അതുപോലെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെഷർമെൻറ്റ്സ് ഇങ്ങനെ ചരിച്ച് ഒരു 2 ഇഞ്ചിൽ ചരിച്ച് ഇങ്ങനെ താഴത്തേക്ക് കൊടുക്കുന്നത്. ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാതെ കേട്ടോ, കൊടുക്കാവേ അത്. അറ്റത്തേക്കാണെങ്കിലും ഒരു പകുതി മുക്കാൽ ഭാഗത്തേക്കാണെങ്കിലും ഇങ്ങനെ ചരിച്ച് നമുക്കൊന്ന് ചരിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നെക്കാണ്. നെക്കിൽ നമുക്കിപ്പോൾ ബാക്ക് പാർട്ട് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എത്രയാണോ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞാൽ എത്രയാണോ ഷോൾഡർ ടിപ്പ് വേണ്ടത് അതിനോടൊരു 3/4 ഇഞ്ച് വരെ നമുക്ക് ആഡ് ചെയ്യാം. 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ 1 ഇഞ്ച് എടുക്കുന്നത് നിങ്ങൾ നമ്മൾ ക്ലോത്തിൽ അടിച്ച് കളയണം എന്നുള്ളൂ. ഇപ്പോൾ ഷോൾഡർ കൂട്ടാനായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഞാനൊരു 1/2 ഇഞ്ച് എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്ക് അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ 1 ഇഞ്ച് നമുക്ക് നമ്മൾ എത്രയാണോ ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ട് വേണ്ടത്. ഇപ്പോൾ 2 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ട് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 3/4 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡറിനും 1/2 ഇഞ്ച് നെക്കിനും വേണ്ടിയിട്ട്. ഇപ്പോൾ 1/2 ഇഞ്ച് തന്നെ നിങ്ങൾക്ക് നെക്കിനും ഷോൾഡറിനും വേണമെങ്കിൽ 1 ഇഞ്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബാക്കി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് തന്നെ ഒരു ചെറിയൊരു യു ആയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയൊരു യുവിൽ നമ്മളത് ബാക്ക് നെക്ക് സെറ്റ് ചെയ്തു. ഇനി ഫ്രണ്ട് നെക്കും കൂടെ ഞാൻ ഇതിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് നെക്കും ഇതുപോലെ തന്നെ ഞാനൊരു എനിക്കൊരു 7 ഇഞ്ചിൽ ഞാൻ ഫ്രണ്ട് നെക്കിലെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ലീഫ് വി പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാനിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്ക് നമുക്ക് ഇതുപോലെ ഒരു ലീഫ് വി പോലെ ആയിട്ട് ഏത് നെക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ലീഫ് വി ആണ് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ആ 2 ഇഞ്ച് മടക്കിയതിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്യണത്. പക്ഷേ ബാക്ക് പാർട്ട് ഇപ്പോൾ ഞാനത് നെക്കിൻ്റെ പോർഷൻ ഇപ്പോൾ കട്ട് ചെയ്യണില്ല. നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നെക്കിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണം നമ്മുടെ ഫ്രണ്ട് ആം ഹോള് കയറ്റി കട്ട് ചെയ്ത് നമ്മൾ ബാക്കിൻ്റെ അളവിലാണ് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ഇട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് ഒരുമിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കയറ്റി കട്ട് ചെയ്ത് പോകരുത്. സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്ത് പോകാൻ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എല്ലാ വശങ്ങളും കട്ട് ചെയ്തെടുക്കുക, ചരിവൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു പാർട്ടായിട്ട് കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് കാണിക്കേണ്ട ആവശ്യമില്ല. നോർമലി ചുരിദാർ സ്റ്റിച്ച് ചെയ്യണ മാതിരി തന്നെയാണ്. ആ നെക്ക് പോർഷൻ മാത്രം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നെക്കൊന്നും ഇപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തുണി വെച്ച് അടിച്ച് മറിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്തെടുക്കലാണ്. ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആ മടക്കൊന്നും മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ആ നമ്മുടെ മെയിൻ ഫാബ്രിക് അങ്ങനെ വെച്ചിട്ട് അത് മടക്കി വെച്ചു. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും 2 ഇഞ്ച് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് നമ്മളിതുപോലെ ലൈനിങ് ഔട്ട്ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതാ ബാക്ക് പീസ് ഇതാണ്. ബാക്ക് പീസും ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈനിങ് പീസും മെയിൻ പീസും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എനിക്ക് കാണിക്കുന്നത്. നിങ്ങൾക്കൊന്നെങ്കിൽ ബാക്ക് പീസ് അതായത് നമ്മൾ മറിച്ചിടണം, ചീത്ത വശമായിട്ട് വെക്കുക. എന്നിട്ട് ലൈനിങ് തുണി ഓവർലാപ്പ് പോലെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അല്ലെന്നാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളിത് വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്കിത് അടിച്ചെടുക്കാൻ പറ്റും. മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം ചീത്തവശം വെച്ചിട്ട് അതിലേക്ക് ലൈനിങ്ങിൻ്റെ ചീത്തവശം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ അടിക്കാം. അല്ലെന്നാണെങ്കിൽ ഇതുപോലെ ലൈനിങ് നിവർത്തിയിട്ടതിന് ശേഷം ഇപ്പോൾ 2 ഇഞ്ച് ആ മടക്ക് കാണുന്നത് 2 ഇഞ്ച് നമ്മൾ മടക്കി വെച്ചതാണ്. അതിലേക്ക് ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്തവശം നേരെ വെച്ചിട്ട് നമ്മൾക്ക് ഇനി സൈഡുകൾ തമ്മിൽ, അതായത് ആ സൈഡ് ഒറ്റയടിക്ക് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിലും. ഈ രീതിയിൽ നമുക്ക് വെച്ചിട്ട് ആ ഒരു 1 ഇഞ്ച്, അപ്പോൾ നമുക്ക് ഒരു 1 ഇഞ്ച് അവിടെ പാട് വരും കണ്ടോ. ആ ഒരു തടിച്ച് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മടക്ക് വരുന്നത് കണ്ടോ. ആ മടക്കിലേക്ക് നമുക്ക് എത്ര ലെങ്ത്ത്, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും പ്ലസ് ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് ആ ലൈനിൽ കറക്റ്റായിട്ട് നമ്മളൊരു പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഒരു ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഇപ്പം തന്നെ നമുക്ക് അവിടെ ബോക്സ് ആയിട്ട് ഇൻവേർട്ടഡ് ബോക്സ് നമുക്ക് അവിടെ ഫോം ആയിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അയൺ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇപ്പോൾ ഒരു പ്ലീറ്റ് പോലെയല്ലേ ഉണ്ടാവുള്ളൂ, അതൊന്ന് നിവർത്തി വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. അപ്പം നല്ല ഭംഗിയിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ പ്ലീറ്റ്സ് വരുന്നത്, ഒരു പ്ലീറ്റ് പോലെ ആയിട്ട്. അപ്പോൾ ഞാനതൊന്ന് നിവർത്തിന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ രീതിയിലേക്ക് ഒന്ന് നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഹീറ്റാക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഫ്രണ്ടിൽ ആ ഒരു ബോക്സ് പ്ലീറ്റ് ആയിട്ട് വരും കേട്ടോ. ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ് ആയിട്ട് തന്നെ വരുവേ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ആ സ്റ്റിച്ച് ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ സ്റ്റീം അയണാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീം അയണാകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ബാക്ക് സൈഡാണ് ഇപ്പോൾ ഞാൻ അയൺ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡും ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീറ്റായിട്ട് അവിടെ ബോക്സ് ഇതുപോലെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. താഴേക്ക് നമ്മൾ നോക്കണം, നമുക്കവിടെ ആ ഒരു ബോക്സ് ആയിട്ട് വരണം, അത്രയില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുത്തത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ലാണ്, നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഇരുന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കവിടെ കറക്റ്റായിട്ട് ഫോം ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നില്ല, ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്തായി വീഡിയോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ബോക്സ് ഫ്രണ്ടിൽ ഇൻവേർട്ടഡ് ബോക്സ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് കേട്ടോ.